വോ ഈസി ആയിട്ട് പരീക്ഷ എഴുതി പാസ്സാവാൻ NIOS സിലബസിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന്. 60% ചാപ്റ്റേഴ്സ് മാത്രം എക്സാമിന് പഠിച്ചാൽ മതി അത്രേ. അങ്ങനെ നോക്കുമ്പോൾ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണം തന്നെ കുറഞ്ഞു. ഒന്നും മനസ്സിലായില്ലല്ലേ? ഡീറ്റെയിൽ ആയിട്ട് പറയാം. വളരെ ഈസി ആയി പഠിച്ച് പരീക്ഷ പാസ്സാവാൻ വേണ്ടി NIOS SSLC +2 കോഴ്സുകളുടെ സിലബസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഫൗണ്ടേഷൻ ലെസൺ, പബ്ലിക് എക്സാമിനേഷൻ ലെസൺ 100% സിലബസിൽ നിന്നും 60% എക്സാമിന് വേണ്ടിയുള്ള ചാപ്റ്റേഴ്സും 40% അസൈൻമെന്റിന് വേണ്ടിയുള്ള ചാപ്റ്റേഴ്സുമായിട്ടാണ് NIOS ഈ മാറ്റം വരുത്തിയിട്ടുള്ളത്. ഈ മാറ്റം വന്നതിലൂടെ എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണം കുറഞ്ഞു. ഇതുകൂടാതെ NIOSന്റെ ചോദ്യ പേപ്പറുകളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സെക്ഷൻ എ, സെക്ഷൻ ബി എന്നീ 2 സെക്ഷനുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സെക്ഷൻ എയിൽ MCQ അഥവാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നൽകിയിട്ടുണ്ടാവുക. അതായത് ചോദ്യത്തിന്റെ ഉത്തരം ചോദ്യ പേപ്പറിൽ തന്നെ ഓപ്ഷൻസ് ആയി കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് ഏതാണോ ഉത്തരം അത് തിരഞ്ഞെടുത്ത് എഴുതുക എന്നതാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും പേപ്പറിൽ കാണാൻ കഴിയും. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് അതായത് പാരഗ്രാഫിൽ വിട്ട ഭാഗം പൂരിപ്പിക്കുക. മാച്ച് ദ ഫോളോയിങ് മാച്ച് ആയിട്ടുള്ളത് കറക്റ്റായി തിരഞ്ഞെടുത്ത് അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ ട്രൂ ഓർ ഫോൾസ്, കംപ്ലീറ്റ് ദ സെന്റൻസ് എന്നീ ടൈപ്പ് ക്വസ്റ്റ്യൻസും സെക്ഷൻ എയിൽ കാണാൻ കഴിയും. സെക്ഷൻ ബിയിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലഭിക്കുക. അതായത് ചാപ്റ്റേഴ്സിൽ നിന്ന് നേരിട്ടുള്ള essay ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഉദാഹരണത്തിന് വാട്ട്, വിച്ച് എന്നീ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. വലിയ ഉത്തരങ്ങളുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ സെക്ഷൻ ബിയിൽ 4, 5, 6 തുടങ്ങിയ മാർക്കുകളായിരിക്കും ഓരോ ഉത്തരത്തിനും ഉണ്ടായിരിക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ഓരോ വിഷയങ്ങളിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതില്ല എന്ന് പറയാം അടുത്ത വീഡിയോയിലൂടെ. സോ സ്റ്റേ ട്യൂൺഡ്.